ബഹ്റൈനിലെ തന്നെ ഏറ്റവും അടിപൊളി ലക്ഷറി മേക്കപ്പ് സ്റ്റോർ അനുഭവമാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇത് ബഹ്റൈൻ സിറ്റി സെൻറ്ററിലത്തെ സെഫോറയുടെ ഒരു ഔട്ട്ലെറ്റ് ആണ്. നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറിൽ കയറുന്ന ടൈമിൽ തന്നെ നല്ല അടിപൊളി ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ലൈറ്റിങ്ങും ഡിസ്പ്ലേയും എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളി എലഗൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ലക്ഷറി ബ്യൂട്ടി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അകത്ത് കയറുമ്പോൾ തന്നെ ചാനൽ, ഡിയോർ, എസ്റ്റി, ലോണ്ടർ പോലുള്ള ബ്രാൻഡുകൾ കണ്ടു. ഓരോ ബ്രാൻഡിനും പ്രത്യേക സെഷൻ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ആൻഡ് ബേസ് വിവിധ തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ടായിരുന്നു. മെയ്റ്റ്, ഡ്യൂയി, ഫുൾ കവറേജ്, ലൈറ്റ് വെയ്റ്റ്. ഞാൻ ട്രൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസൊക്കെ ഭയങ്കര സ്മൂത്ത് ആൻഡ് അടിപൊളി ഒരു നാച്ചുറൽ ലുക്കായിരുന്നു. അതുപോലെ ഐ മേക്കപ്സിൻ്റെ പാലറ്റുകളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു സ്വൈപ്പ് മതി, ഞാൻ വളരെ റീച്ചായിട്ട് കിട്ടും. അത്രയും നല്ല അടിപൊളി പ്രോഡക്റ്റ്. ലിപ്സ്റ്റിക് ആണെങ്കിൽ ന്യൂഡ് മുതൽ ബോൾഡ് ഷെയ്ഡ്സ് വരെ എല്ലാം അടിപൊളി. ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് അവിടെ. പാക്കേജിങ് തന്നെ നല്ലൊരു ലക്ഷറി ഫീലാണ് കേട്ടോ. സ്കിൻ കെയർ സെഷനും മേക്കപ്പിനൊപ്പം സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. സീറംസ്, മോയ്സ്ചറൈസേഴ്സ്, ആൻറ്റി ഏജിങ് ക്രീംസ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെയർ പ്രോഡക്ട്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടാണ്. ഇത്രയും അടിപൊളി ഹെയർ പ്രോഡക്ട്സൊക്കെ ഞാൻ ഇത്രയും വെറൈറ്റിയിലുണ്ട് എന്നുള്ളത് ഇവിടെ ചെന്നപ്പോഴാണ്. ഈ ഒരു ഡേയ്സനൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, അറിയാമല്ലോ ഡേയ്സൺ. എല്ലാ ഗേൾസിൻ്റെയും ഒരു സ്വപ്നമായിരിക്കും ഡൈസൺ. ഇൻഷാ അല്ലാ നമുക്കും അത് വാങ്ങണം. പിന്നെ അത് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ മീൻസ് അത് ചെക്ക് ചെയ്ത ടൈമിലാണ് ഞാൻ ഒരുപാട് സ്കിൻ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ കണ്ടത്. ഈ ഡേയ്സൺ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടിയില്ലൻ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി പിന്നെ വേറെ ഒരു ലെവലിലേക്ക് എത്തും. പിന്നെ ഇതൊക്കെ നല്ല വേവി ഹെയറും നല്ല അടിപൊളി ലുക്കും ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ റിപ്പയറൻസ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഡൈസണോ അതുപോലത്തെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ ഒരു പേടിയും വേണ്ട. കാരണം അതിൻ്റെ തന്നെ ഹെയർ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ലിപ്സ്റ്റിക്സിൻ്റെയൊക്കെ ഷെയ്ഡ്സ് കണ്ടിട്ട് തന്നെ ഞാനാകെ ഞെട്ടിത്തരിച്ച് പോവുക ചെയ്തത്. കാരണം അത്രയും വെറൈറ്റി ഷെയ്ഡ്സും വെറൈറ്റി ലുക്കിലുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ വൗൻ്റെയൊക്കെ കളറിങ്ങിൻ്റെ ഹെയർ കളറിൻ്റെ സാധനമാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കാശ് വേണം കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പൈസ ഇതെടുത്തിട്ട് പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കാനൊന്നും പറ്റില്ല. കുറച്ചായിട്ട് മന്ത്ലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ സുജിയേട്ടനെ വിളിച്ചിട്ട് ഡൈസനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ യൂസും കാര്യങ്ങളും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അതിൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ സുജിയേട്ടൻ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം, വാങ്ങിക്കാം എന്ന് ഒരു തലകുലുക്കും തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്കത് വാങ്ങിക്കിട്ടുന്നത് തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡൈസൻ്റെ പൗഡറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ക്രീംസും കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടീൻ്റെ ആ ഒരു അടിപൊളി ലുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈവൻ അത് ജെൻസിനും യൂസ് ചെയ്യാം കേട്ടോ. ലേഡീസിന് മാത്രമല്ല ജെൻസിനും യൂസ് ചെയ്യാം. നല്ല അടിപൊളി പ്രോഡക്റ്റാണെന്നാണ് പറയുന്നത്. യൂസ് ചെയ്ത ആൾക്കാരുടെ റിവ്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ കയ്യിലും സ്റ്റാർസിൻ്റെ കയ്യിലും ഫിലിം സ്റ്റാർസിൻ്റെ കയ്യിലൊക്കെ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാരുടെ കയ്യിലുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്ത് നോക്കി അതിൻ്റെ ഒരു യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിത് ഈ കണ്ണാടീൻ്റെ മുന്നിൽ കുറേ വീഡിയോയും ഫോട്ടോസും എടുത്തു. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ പോയതിന് മുന്നേ മാക്കിലൊന്ന് കയറിയായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു പ്രത്യേക ഗ്ലോ പോലെ. അതുകൊണ്ട് കുറേ നേരം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് സിറംസിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഒക്കെ ഏരിയയിലേക്കാണ് കേട്ടോ. എൻ്റെ ദൈവമേ, സീറംസൊക്കെ ഒരു രക്ഷയില്ല. ക്ലിനിക്ക് മുതൽ അതിനേക്കാളും നല്ല അടിപൊളി മുകളിൽ പോകുന്ന ബ്രാൻഡ്സിൻ്റെ സീറംസും സീറംസും ഒക്കെ ഉണ്ടായിരുന്നു. അത് സുജിയേൻ്റെ ഫേവറേറ്റ് ഏരിയയിലേക്ക് പോയിട്ടോ. പെർഫ്യൂം സെഷൻ കണ്ടോ, അതിൻ്റെ ഒരു ലുക്കിൽ തന്നെ ആ ഒരു പ്രീമിയം
ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. റേറ്റും അത്യാവശ്യമല്ല, അതിലും കൂടുതലുണ്ട്. ഈ മുകളിലൊക്കെ കാണുന്നതൊക്കെ ഒരു 35-45 BD-ൻ്റെയൊക്കെയാണ്, അറൗണ്ട് ഒരു 10,000 അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ താഴോട്ട് പോകുമ്പോൾ റേറ്റ് നല്ല കൂടുതലുള്ളതുണ്ട് കേട്ടോ. 60, 70, 100, 200, 300 BD, അതായത് നാട്ടിലത്തെ ഒരു 50,000, 60,000, 70,000, ഈവൻ 1 lakhൻ്റെ ഒക്കെ പെർഫ്യൂംസ് അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി നല്ല സ്മെല്ലായിരുന്നു. അതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്നും കൂടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ബ്ലഷസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയിട്ടോ. സെഫോറേൻ്റെ ബ്രാൻഡാണ് ലിപ്സ്റ്റിക്ക്. സെഫോറേൻ്റെ ഒരു രക്ഷയുമില്ല. ഞാൻ കുറേ ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കി, പക്ഷേ ഏതെടുക്കണമെന്നില്ല, കൺഫ്യൂഷനിലായി. അത്രേ അടിപൊളി പ്രോഡക്റ്റ്സാണ്. അതിൻ്റെ കൂടെ ലിപ് ടിൻറ്റും അതുപോലെ തന്നെ ഗ്ലോസി ലിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിലും കാര്യങ്ങളും എല്ലാം പാക്കായിട്ടുണ്ട്. എന്തായാലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർത്താണ് കേട്ടോ ഈ ഒരു ഏരിയ. ഈ ഒരു എന്താ പറയുക, ബ്ലഷ്, ഇതൊരു ബ്ലഷാണെന്ന് പറയാം. ആ ഒരു ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഇലിമിനേറ്റിംഗ് ഫീലാണ് തരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര നല്ല, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് നല്ലൊരു ക്രീമിയും അതിൻ്റെ കൂടെ ഇലിമിനേറ്റിംഗ് ഒരു എഫക്റ്റായിരുന്നു കേട്ടോ.